ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ച കാര്യമായിരുന്നു, ചേച്ചി ഇത് ഏതാ ഈ സ്ഥലം എന്ന്. അതെ, ഇത് നമ്മുടെ പൊന്മുടിയാണ് ഗൈസ്. ഒത്തിരി റീൽസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചു പോയ സ്ഥലമാണ്. പൊന്മുടിയിലെ ഒരു ഹിഡൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അധികം ആരും അങ്ങനെ പോയിട്ടില്ല, പക്ഷേ ഞാനിത് കണ്ടുപിടിച്ചു. ഇത് നമ്മുടെ പൊന്മുടി ഗസ്റ്റ് ഹൗസിൻ്റെ KTDC ഗസ്റ്റ് ഹൗസിൻ്റെ പിൻഭാഗത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണത് കാണാൻ. ഞാൻ പോയ സമയത്ത് കോടയൊക്കെ ഇറങ്ങി ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പക്ഷേ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ കുറച്ച് മൂകതയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി ആൾക്കാരുമില്ല, ഭയങ്കര സൈലൻ്റാണ്. ഒരു കാട് പോലത്തെ ഒരു ഏരിയയാണ്. അതുകൊണ്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഫോട്ടോയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നതുകൊണ്ടും ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ടുമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം. നിങ്ങൾക്കും അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് നടക്കാനോ അങ്ങനെയൊന്നുമില്ല. ഈ കാണുന്ന ഈ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഹൊറർ ഫീലുള്ളൊരു പ്ലേസാണ്. ഹൊറർ മൂഡുള്ള ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം. ഇനി തുടങ്ങി ക്ലോസ് ചെയ്യുമെന്ന് അറിയില്ല. തൽക്കാലം ഇപ്പോൾ എന്തായാലും ആൾക്കാരൊന്നും വലുതായിട്ട് പോകാത്തൊരു സ്ഥലമാണ്. പൊന്മുടിയിൽ പോകുന്നവർക്കും ബോണക്കാട് പോകുന്നവർക്കൊക്കെ പുതിയൊരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങോട്ട് വിട്ടോളൂ. അങ്ങ് അറ്റം പോകുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി കുളമൊക്കെ ഉണ്ട്. കുളം കഴിഞ്ഞ് നമുക്കതും കണ്ടിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി തിരികെ വരാം. മേലോട്ട് നോക്കിയാൽ ഒത്തിരി സ്റ്റെപ്പ് കാണാം. ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന സ്ഥലം നമ്മുടെ പൊന്മുടി ഗസ്റ്റ് ഹൗസിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അതിൻ്റെ സൈഡിലേക്കുള്ള വഴിയിൽ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങി പോകേണ്ടത്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് അതിലേക്കുള്ള എൻട്രൻസ് ഏരിയ. അപ്പോൾ നിങ്ങളും പോയി എൻജോയ് ചെയ്യൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് കഴിഞ്ഞ് ഞാൻ പൊന്മുടിയിലേക്ക് പോയി അവിടുത്തെ വൈബൊക്കെ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഇന്നത്തെ ആളുകളെല്ലാം അവിടെ ആയിരുന്നു. ശരിക്കും അധികം ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കും. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പൊന്മുടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ.